ഹേ ഗൈസ്, നമുക്ക് രാവിലെ തന്നെ ബാബേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ് സിറ്റിയിലും ₹1 സെയിൽ നടക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ സെയിലാക്കണ സംഭവങ്ങളൊക്കെ നമുക്ക് ₹1 കിട്ടും തരാം. അത് കാറായിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, സൈക്കിളായിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ₹1 കിട്ടും. ഇപ്പോൾ നമ്മളൊക്കെ ബൈക്കല്ല, നമുക്കൊരു ബൈക്ക് വാങ്ങിക്കണം, പിന്നെ നമുക്കൊരു SUV കൂടി വാങ്ങിക്കണം. നമുക്കൊരു സ്കോർപ്പിയോ എടുക്കുക ഗൈസ്. നമുക്ക് എന്തായാലും ഒന്ന് സിറ്റി വരെ പോയേക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ സിറ്റിയുടെ അടുത്തുള്ള നമ്മളെ വില്ലേജിൻ്റെ അവിടെ വന്നപ്പോഴാണ് ഇവിടെ കുറച്ച് സ്കോർപ്പിയോയും കിടക്കുന്നുണ്ട്, 2 സ്കോർപ്പിയോയും കിടക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ വീടിന് മുമ്പത്തായിട്ട് 3 ബുള്ളറ്റും കിടക്കുന്നുണ്ട്. ഇവിടെ സെയിൽ എന്നൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊക്കെ സെയിലാക്കാനുള്ളതാവും, വില്ലേജിലത്തെ സെയിലാക്കി വിടും വില്ലേജിലത്തെ വണ്ടികളൊക്കെ. ഇത് സ്കോർപ്പിയോ ക്ലാസിക് അതാന്ന് തോന്നണേ. ഇതിന് ഓണർ എവിടെ? ബുള്ളറ്റൊക്കെ ഒരുക്കുന്നുണ്ട്. ഇതിന് ഓണറിനെ കാണാനില്ല. അതെ ചേട്ടാ, ₹2. അതല്ലേ ₹2 ഞാൻ തന്നിട്ട് ഈ സ്കോർപ്പിയോ ബുള്ളറ്റ് എടുത്തു കൊണ്ടുപോവാണ്. ഞാൻ പൊട്ടനാന്ന് വിചാരിച്ച ₹2 എന്റെ സ്കോർപ്പിയോ ബുള്ളറ്റ് എടുത്തു കൊണ്ടുപോകണം. എന്താണ്ട് എന്റെ 2 അടി വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പോവോ? ചേട്ടാ, ഇന്നത്തെ ദിവസം ₹1 സെയിലാണ്. ഇന്ന് എന്ത് സംഭവം കൊടുത്താലും നമുക്ക് ₹1 വേണം വിൽക്കാനേ. അതിന് ഞാൻ എന്റെ വണ്ടികളൊക്കെ എനിക്ക് ₹1 തരണം. അപ്പോൾ അവിടെ നിജിന്റെ 2 ഇടി വാങ്ങിച്ചിട്ട് പോവുള്ളൂ. നമുക്ക് അതൊന്ന് കാണണമല്ലോ. ഇന്ത്യക്ക് 2 ഇടി ഇട്ടി അവിടെ കെടുക്കും. അവിടെ 2 ഇടി ഇടിക്കും. അതാക്കി എടുക്കുക അവിടെ ഇന്ന് എൻ്റെ സ്കോർപ്പിയോ ബുള്ളറ്റ് നമുക്ക് ഇനി ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോവാം ഗൈസ്. നമ്മൾ സ്കോർപ്പിയോ ബുള്ളറ്റ് ഈ ചങ്ങായിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വണ്ടിയിൽ കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് വീട്ടിൽ കൊണ്ടുപോയിടാം ഗൈസ്. നമ്മൾ സിറ്റിക്ക് വീണ്ടും വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടികളൊക്കെ കൊണ്ടുവച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു സൈക്കിൾ കട ഉണ്ട് ഗൈസ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് ഇവിടുന്ന് ഒരു സൈക്കിൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പോയിപ്പോൾ ഇതിനുള്ളിൽ ഇപ്പോഴും ഉണ്ടാകുന്ന അറിയില്ല. നമുക്ക് ഇറങ്ങിയിട്ടൊന്ന് നോക്കി നോക്കാം. നമുക്ക് വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്തിടത്. എന്താണ് ഈ വണ്ടി കൺട്രോൾ ചെയ്തിരി പാടാണിത്. എന്ത് തേങ്ങാക്കോല വണ്ടിയാണിത്. ഞാൻ ഈ വണ്ടി മേടിച്ചോന്നല്ല കേട്ടോ, ഇതൊക്കെ റോട്ടി എടുക്കണായിരുന്നു എടുത്തു കൊടുന്ന് ഞാൻ. നമുക്ക് ഇറങ്ങി നോക്കി നോക്കാം. അതിൻ്റെ കൂടെ ഞാൻ സൈക്കിൾ കട ഉണ്ടെന്ന് തോന്നുന്നേ. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. എന്തിൻ്റെ സൗണ്ടാണോ ആവോ? സൈക്കിൾ കട ഉണ്ടാണാവോ? ഉണ്ട് ഗൈസ്, ഇതിനുള്ളിൽ സൈക്കിളുകളൊക്കെ ഇരിക്കുന്നു. ഹലോ, ഇതാരോ എന്റെ സൈക്കിൾ കട വന്നിരിക്കണേ? ചേട്ടാ, അതാ ₹1. ഞാൻ എന്തായാലും സൈക്കിളായിട്ട് പോവാട്ടാ. എടാ മോനെ, കളിക്കല്ലേ. ഞാനിവിടെ സൈക്കിൾ കട അടക്കാൻ പോവാണ്. ₹1 പിടിച്ചിട്ട് സൈക്കിൾ അടക്കടാ മോനെ. സൈക്കിൾ കട വെച്ചിട്ട് പോടാ. ആരാ ഇവിടെ വെച്ചിട്ട് പോടാ സൈക്കിൾ. ശരി ചേട്ടാ, ₹1 വെച്ചോ. ഞാൻ പോവാണ് സൈക്കിളും കൊണ്ട്. അപ്പോൾ ശരി എന്നാ, നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ സൈക്കിൾ കയറ്റാം ഗൈസ്. ഞാൻ ഇവിടെ നമ്മുടെ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മസ്താങ് എടുക്കാനാണ് വന്നത്. ഇവിടെ നമ്മളന്ന് മസ്താങ് ഉണ്ടായിരുന്നല്ലോ, ഇന്ന് വാങ്ങിക്കാറുണ്ട് ഗൈസ്. സൂപ്പറൊക്കെ വെറുതെ ₹1 നിന്നുള്ളൂ. അന്ന് നമ്മൾ വെറുതെ ₹1 കൊടുത്തിട്ട് നമ്മളന്ന് സൂപ്പർ എടുത്തു. ഇവിടെ സൂപ്പർ ഉണ്ട് ഗൈസ്, സ്റ്റോക്കൊക്കെ ഉണ്ടല്ലോ. അപ്പുറത്തെ താറും കിടക്കുന്നുണ്ട്. ഇതാ ഗൈസ് നമ്മൾ ഉദ്ദേശിച്ച സാധനം മസ്താങ്. അപ്പോൾ നമുക്ക് മസ്താങ് എടുക്കാം. സാറേ, എന്താ വേണ്ടി? ഏത് കാറാണ് വേണ്ടിയത്? ഇതാ ബ്രോ, ₹1. ഞാൻ ആ മസ്താങ് കൊണ്ടുപോവേട്ടാ. എന്ത് ₹1 നീ മസ്താങ് മേടിച്ചു കൊണ്ടുപോയി? ചിന്തക്കുന്ന 2 ഇടി വാങ്ങിക്കൂട്ടാ. ഹലോ ബ്രോ, ഇന്ന് ₹1 ഡേ ആണ്. അതുകൊണ്ട് ഏത് സാധനം ₹1 വിൽക്കാൻ പാടുള്ളൂ. അതിന് ഞാനെന്താ വേണ്ടിയത്? നീ എന്താ വേണ്ടിയെന്ന്? അത് എൻ്റെ 2 ഇടി തരാടാ ഗൈസ്. അയാളെ നമ്മൾ മെല്ലനെ തട്ടിയിട്ട് അയാളെ ഷോറൂമിൽ നിന്ന് നമ്മൾ മസ്താങ് എടുത്തിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് മസ്താങ് മെല്ലനെ ഒരു ലോറിയുടെ ബാക്കിൽ കയറ്റാം. ഫൈനലി ഗൈസ്, ഇതാണ് എൻ്റെ വെഹിക്കിൾ കളക്ഷൻസ് ഒക്കെ. അപ്പോൾ ഇന്ന് ₹1 എടുത്തതാണ് സ്കോർപ്പിയോ, ബുള്ളറ്റ്, മസ്താങ്, സൈക്കിള്. അപ്പോൾ ഇനി ₹1 ഡേ വരെ വെച്ച് നമ്മൾ ഇന്ത്യയിലായിട്ട് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കണമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ.